ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ഗോപികമാരെല്ലാവരും കൂടി ജലം ശേഖരിക്കുവാനായിട്ട് നദിക്കരയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്ന് ജലമൊക്കെ ശേഖരിച്ചിട്ട് അവർ പറഞ്ഞു, നമുക്ക് കണ്ണനെ വിളിക്കാം. അപ്പോൾ കണ്ണൻ വന്ന് ഈ വെള്ളമെല്ലാം നമ്മുടെ ശിരസിലേക്ക് എടുത്തു വയ്ക്കുമല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴേക്കും അവർ ശ്രദ്ധിച്ചപ്പോൾ ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി എവിടെയാണോ ആ നാദം കേട്ടത് ആ വനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മരത്തിലിരുന്ന് കണ്ണൻ ഓടക്കുഴൽ വായിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ഗോപികുമാർ അല്പനേരം നിന്നു. അതിനുശേഷം പറയുകയാണ്, വേഗം വന്നിട്ട് ഞങ്ങളുടെ ആ നദിക്കരയിലിരിക്കുന്ന ജലമെല്ലാം എടുത്ത് ഞങ്ങളുടെ ശിരസിലേക്ക് വെച്ച് തരൂ. ധാരാളം കുടങ്ങളുണ്ട്, ഞങ്ങൾക്കങ്ങനെ എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കണ്ണൻ വന്നൊന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് എല്ലാ ഗോപികമാരും കണ്ണനെ മാറി മാറി വിളിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട ഭാവം കണ്ണൻ്റെ മുഖത്തില്ല. എന്നിട്ട് ഈ ഓടക്കുഴൽ വിളിക്കുന്നതിൽ തന്നെ ഇങ്ങനെ നല്ല 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 രാഗങ്ങളിൽ ഇങ്ങനെ പല ഗീതങ്ങളും വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുറേ നേരമായി ഇങ്ങനെ ഇത് തുടർന്നപ്പോൾ ഗോപികമാർക്കൊക്കെ പരിഭവമായി. കണ്ണനോട് ദേഷ്യപ്പെട്ടിട്ട് അവരെല്ലാവരും കൂടി തിരിച്ച് നദിക്കരയിലേക്ക് ചെന്ന് പരസ്പരം സഹായിച്ചും ഒക്കെ ഈ കുടങ്ങളൊക്കെ എടുത്ത് ശിരസിലും കയ്യിലും ഒക്കെ ആയിട്ട് സ്വഗൃഹങ്ങളിലേക്ക് പോവുകയാണ്. എന്നാൽ ഓരോ ഗോപികയും അവനവൻ്റെ ഗൃഹത്തിലെത്തിയപ്പോൾ വാതിലിൽ നിൽക്കുന്നു കണ്ണൻ. അത് കണ്ട് ഇവർക്ക് പരിഭവവും ദേഷ്യവും ഒക്കെ വരികയാണ്. കണ്ണനോട് മിണ്ടുകയില്ല എന്ന് ചിന്തിക്കുന്നു. എന്നാൽ കണ്ണൻ ഓടി വന്ന് ആദ്യം തന്നെ ആ ശിരസിലിരിക്കുന്ന കുടം വലിച്ചെടുത്ത് താഴെ വെച്ച് അവരാദ്യം പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഞങ്ങൾ വീട്ടിലുള്ളവരെ തന്നെ വിളിച്ചിട്ട് ഇത് ചെയ്തോളാം. പക്ഷേ കണ്ണൻ സമ്മതിക്കുന്നില്ല. അവരുടെ ശിരസിൽ നിന്ന് ആ കുടം മാറ്റി വയ്ക്കുന്നു, കൈകളിലത് മാറ്റി വയ്ക്കുന്നു. അങ്ങനെ അവരെ സ്വതന്ത്രരാക്കുന്നു. അങ്ങനെ ഓരോ ഗോപികമാരുടെ അടുത്തും ഓരോ ഗൃഹത്തിലും ഇത് തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ കണ്ണൻ്റെ ആ ഒരു മനോഹരമായ മന്ദഹാസം, പുഞ്ചിരി, സംസാരം ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഗോപികമാരുടെ മനസ്സലിഞ്ഞ് അവരിങ്ങനെ കണ്ണനോട് ചോദിക്കണം, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇത്രയും തവണ വിളിച്ചിട്ട് വന്നില്ലല്ലോ, എന്തിനാണ് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും പിണക്കം പറയുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഭഗവാൻ അവരോട് പറയുകയാണ്, ഒരിക്കലും എനിക്ക് എൻ്റെ ഭക്തൻ്റെ, എന്നെ സ്നേഹിക്കുന്നവരുടെ ശിരസിലേക്ക് ഒരു ഭാരവും ഏറ്റാനായിട്ട് കഴിയില്ല. അത് ഒരു കുടം ജലമായാൽ പോലും എനിക്കത് സാധിക്കുകയില്ല. അപ്പോൾ ഗോപികമാർ ഭയങ്കരമായിട്ട് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ് കണ്ണൻ്റെ ഈ പറച്ചിൽ കേട്ടപ്പോൾ. എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു ഭാരവും ആരിലും ഏൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുന്നത് അവരുടെ ശിരസിലും അവരുടെ മനസ്സിലും ഒക്കെയുള്ള ഭാരമൊക്കെ മാറ്റാനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വന്ന് ഈ ജലം ഉള്ള ആ കുടം എടുത്തു മാറ്റാനായി വന്നത്. അപ്പോൾ കണ്ണൻ്റെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അവരൊക്കെ വിചാരിച്ചു, എന്തൊക്കെയാണ് തങ്ങൾ മനസ്സിലും അന്യോന്യവും കണ്ണനെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയും സ്നേഹമുള്ള ഈ ഒരു ഭഗവാന്റെ അടുത്താണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഓർത്തിട്ട് അവർ കണ്ണിൽ നിന്ന് വീണ ആ കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദം തന്നെ കഴുകി നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സത്യം. ഭഗവാൻ ഒരിക്കലും നമ്മളോടൊന്നും ആരുടെ അടുത്തും ബുദ്ധിമുട്ടുകൾ തരാനോ ഭാരം തരാനോ ഒന്നും സാധ്യമല്ല. എപ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ജന്മത്തിലെ കാര്യമേ നമുക്കറിയുള്ളൂ. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു, നമ്മുടെ കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു, കർമ്മത്തിൻ്റെ ആ ഫലങ്ങളാണ് നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാറ്റാനായിട്ട്, അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് ഭഗവത് ജപവും ഒക്കെ കൊണ്ട് സാധിക്കും. അപ്പോൾ സദാ നാമം ജപിക്കുക, ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഈശ്വരനെ ഉപാസിക്കുക. അതിലൂടെയൊക്കെ എത്ര കാഠിന്യമേറിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലവും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും മോശം അനുഭവങ്ങൾ വരുന്നത് ഈശ്വരൻ്റെ കുറ്റമല്ല, അതൊക്കെ നമ്മുടെ തന്നെ കർമ്മഫലം എന്ന് മനസ്സിലാക്കുക. അതിലെന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അതുമാത്രം ഈശ്വരൻ്റെ അനുഗ്രഹം. അത് നമ്മുടെ ജപം കൊണ്ടും നമ്മുടെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ വരുന്നതാണെന്ന് മനസ്സിലാക്കുക. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.